അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2974. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കറാഹത്തായ ഇരുത്തം, അത്തരത്തിലൊരു ഇരുത്തത്തെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അംർ ഇബ്നു ശരീദ് റളിയല്ലാഹു തആല അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, മർറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ അടുത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയി. അന ജാലിസുൻ ഹാക്കദ, ഞാൻ ഈ രൂപത്തിലിരിക്കുകയായിരുന്നു എന്നിവിടെ ആ ഇരിക്കുന്ന രൂപം അദ്ദേഹം വിവരിക്കുന്നു. വഖദ് വദഅതു യദി അൽ യുസ്ര, എൻ്റെ ഇടത് കൈ ഞാൻ വെച്ചിരുന്നു. ഖൽഫ ദഹ്രി, എൻ്റെ പിൻഭാഗത്ത്, ഇടത് കൈ പിൻഭാഗത്തേക്ക് വെച്ചു. വത്തക്കഅതു അലാ അല്യതി യദി, എൻ്റെ കൈയിൻ്റെ ചന്തിയുടെ മേലെ ഞാൻ ചാരിയിരുന്നു, എന്നാണ് കൈ ഇങ്ങനെ കുത്തിയിട്ട് ചാരിയിരുന്നു. ഫഖാൽ, എന്നിട്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടിട്ട് ചോദിച്ചു, അത്തഖഉദു ഖിഅദത്തൽ മഗ്ലൂബി അലൈഹിം, നീ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവരുടെ ഇരുത്തമിരിക്കുകയാണോ? അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവരുടെ ഇരുത്തമിരിക്കുകയാണോ എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഇടത് കൈ ബാക്കിലേക്ക് വെച്ച് ഇങ്ങനെ ചാരിയിരുന്നു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇരുത്തത്തെ എതിർത്തു എന്നർത്ഥം. അങ്ങനെ ഇരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഓരോ ചലനങ്ങളെക്കുറിച്ചും, ഇരുത്തമായാലും നടത്തമായാലും, നമ്മുടെ ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശം, ഏതൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യരുത് എന്ന് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും രഹസ്യങ്ങളും ഉണ്ടാകാം. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പൂർണ്ണമായി അത് പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.